കുടുംബത്തിലുള്ളവരെല്ലാം പിരിഞ്ഞുപോയപ്പോൾ ഏകദേശം 3 മണിയായി നേരം. അതുവരെയും ലക്ഷ്മിയും ദക്ഷയും ഭക്ഷണം ഒന്നും കഴിച്ചിരുന്നില്ല. ലക്ഷ്മിയോട് അവൾ കുറേ പറഞ്ഞതാണ് എന്തെങ്കിലും കഴിക്കാൻ. അവർ പക്ഷേ ആകെ ധർമ്മസങ്കടത്തിലായിരുന്നു. പച്ചവെള്ളം പോലും കുടിക്കാതെ അവർ ആ പെൺകുട്ടിയെ സങ്കടത്തോടെ നോക്കി. ലക്ഷ്മിയമ്മേ, പട്ടത്തിരിയെന്നല്ല, എത്ര വലിയ ജോത്സ്യൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ദൈവം വിധിച്ച സമയം വരെ എനിക്ക് ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മടങ്ങും. അതൊന്നും നമ്മുടെ ജാതകപ്രകാരമുള്ള കാര്യങ്ങളല്ല, തലേവരെയാണ്. അമ്മ സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. പോകേണ്ട നേരത്തെ എനിക്ക് പോകണം. അതിന് വിഷം തീണ്ടണമെന്നോ മാറാവ്യാധി പിടിപെടണമെന്നോ അതുമല്ലെങ്കിൽ ഇടിമിന്നലേക്കണമെന്നോ ഒന്നുമില്ല. വെറുതെ നടന്നു പോകുമ്പോൾ ഒന്ന് വീണാൽ മതി. പിന്നെ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അയാൾ പറയുന്ന കേട്ട് എൻ്റെ അമ്മ വിഷമിക്കേണ്ടെന്നേ. പോട്ടെ. ദക്ഷ പറഞ്ഞു നിർത്തിയതും ലക്ഷ്മി അവളെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. എൻ്റെ ആയുസ് ദൈവം എടുത്തോട്ടെ, എന്നാലും നിനക്കൊന്നും സംഭവിക്കരുത്. അതുമാത്രമേ ഉള്ളൂ ഈ അമ്മയുടെ ഉള്ളിൽ. ശോ, എന്ത് വർത്താനാണ് ഈ പറയുന്നേ? ലക്ഷ്മി അമ്മയ്ക്ക് ഒരുപാട് കാലം സന്തോഷത്തോടെ കഴിയേണ്ടതാണ്. അപ്പോഴാണോ ഈ ആയുസ് എനിക്ക് പങ്കുവയ്ക്കുന്നത്? ചേ, കഷ്ടം. അവൾ അവരുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ നീ എൻ്റെ മകളായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്. നിന്നെ ഞാൻ എൻ്റെ അരികിൽ നിന്ന് എവിടേക്കും വിടില്ല. ഇനി ജോലിക്കൊന്നും പോകണ്ട മോളെ, അമ്മയ്ക്ക് പേടിയാ. അയ്യേ, കഷ്ടം. ഇങ്ങനൊരു പേടിത്തൊണ്ടി. അതേ, ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ കുടുംബം പട്ടിണിയായി പോകും. എനിക്ക് ചിട്ടി അടയ്ക്കാനുണ്ട്, പേഴ്സണൽ ലോൺ എടുത്തതടയ്ക്കാനുണ്ട്. എന്തോരം കടമ്പകളാണെന്നോ. അതിനിടയ്ക്ക് ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ എന്തു ചെയ്യും? നിനക്ക് വേണ്ട കാശൊക്കെ ഞാൻ തരാം, പക്ഷെ നിന്നെ വിടില്ല. ഇങ്ങനെ വാശി പിടിക്കരുത് ലക്ഷ്മിയമ്മേ, എനിക്കത് വിഷമാകും. തന്നെയുമല്ല, ഞാനിവിടുന്ന് മടങ്ങിപ്പോകേണ്ട അവസ്ഥ വരും. മോളെ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ അമ്മയ്ക്ക് സങ്കടമല്ലേ? അതിൽ ഭേദം ജോലിക്ക് പോകുന്നതല്ലേ നന്ന്. ഏത് വേണോന്ന് നമ്മ തീരുമാനിച്ചോളൂ. ദക്ഷ പറഞ്ഞതും ലക്ഷ്മി അവളെ നോക്കി. നീ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്നും എവിടേക്കും പോകുന്നില്ല. ജോലിയൊക്കെ നിർത്തിക്കോ. എന്നിട്ട് എൻ്റെ അമ്മ പറയുന്നത് അനുസരിക്കുക. രുദ്രൻ കട്ടക്കലിപ്പിൽ ദക്ഷയോട് പറയുകയാണ്. സോറി രുദ്രേട്ടാ, അതനുസരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ സാഹചര്യം. അത് ഏട്ടനും അമ്മയ്ക്കും അറിയാമെന്ന് കരുതുന്നു. രുദ്രനോട് അത്രയും പറഞ്ഞിട്ട് ദക്ഷ പെട്ടെന്ന് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ലക്ഷ്മിയാണെങ്കിൽ വിങ്ങിപ്പൊട്ടി മകനെ നോക്കി നിൽക്കുകയാണ്. ഭട്ടതിരി പറഞ്ഞതുപോലെങ്ങാനും സംഭവിക്കുമോ എന്ന്. അതൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ അമ്മേ. മോനെ, അമ്മ നിൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കുക. നാളെ തിങ്കളാഴ്ചയാണ്. ദയവ് ചെയ്ത് നീ മോളുടെ പേരിൽ മഹാദേവന് വഴിപാട് നടത്തണം. നാളെ കാലത്തെ അത്യാവശ്യമായിട്ട് എനിക്ക് ഓഫീസിൽ പോകണം. അതുകൊണ്ട് അമ്മ ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കരുത്. പിന്നെ എനിക്ക് ഈ കാര്യത്തിലൊന്നും തീരെ വിശ്വാസമില്ല. ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ബാക്കിയുള്ളതൊക്കെ അദ്ദേഹം നടത്തിത്തരും. അതിനിടയ്ക്ക് പുള്ളിക്കാരന് കൈക്കൂലി കൊടുക്കുന്ന ഇമാതിരി ഏർപ്പാടൊന്നും നമുക്ക് ആവശ്യമില്ലമ്മേ. രുദ്രൻ അമ്മയെ നോക്കി ഇത്തിരി മുഷിഞ്ഞാണ് പറയുന്നത്. മോനെ, അറിവുള്ളവർ പറയുന്നത് നമ്മൾ അനുസരിക്കാൻ ശ്രമിക്കുക. പൂർണ്ണമായി നീ കേൾക്കണമെന്ന് അമ്മ പറയുന്നില്ല. എങ്കിലും ഇത്രയും ദോഷങ്ങൾ ആ കുട്ടിക്കുള്ള സ്ഥിതിക്ക് അമ്പലത്തിലേക്കൊന്ന് പോയി 15 മിനിറ്റ് ഈ വഴിപാട് നടത്തിയാൽ പോരെ. എന്നിട്ട് ഓഫീസിലേക്കോ മറ്റെവിടേക്കോ വേണമെങ്കിലും നീ പോയിക്കോ. ഈ മാസം കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. പറഞ്ഞുകൊണ്ട് രുദ്രൻ മുകളിലെ മുറിയിലേക്ക് പോയി. രുദ്ര, ലക്ഷ്മി വിളിച്ചുവെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. അന്നത്തെ ദിവസം മുഴുവനും ലക്ഷ്മി ആകെ സങ്കടത്തിലാണ്. അമേരിക്കയിലുള്ള പത്മിനി ചേച്ചിയെ വിളിച്ച് ലക്ഷ്മി വിവരങ്ങളൊക്കെ പറഞ്ഞു. രുദ്രനെ ക്ഷേത്രത്തിലേക്ക് അയക്കുക എന്നതാണ് പത്മിനി പറയുന്നത്. എങ്ങനെയെങ്കിലും ഒരു വർഷക്കാലം ഈ വഴിപാടൊക്കെ മുടങ്ങാതെ ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ് പത്മിനി അനുജത്തിയോട് പറയുന്നത്. ചേച്ചി, എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരമൊക്കെ തളർന്നു പോവാണ്. ആ കുട്ടിയുടെ മുഖം അത് കാണാൻ വയ്യ. പാവം,
എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അവൾക്ക് മാത്രമേ അറിയൂ. എന്തിനാണ് ആ കുട്ടിക്ക് ദൈവം ഇങ്ങനൊരു വിധി കൊടുത്തത്? ലക്ഷ്മി, നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കല്ലേ. നല്ല വിചാരത്തോടെ മുന്നോട്ട് പോകുക. ഈശ്വരൻ കൂടെയുണ്ട്. അതുകൊണ്ടാണല്ലോ കറക്റ്റ് സമയത്ത് പട്ടതിരിക്ക് വരാൻ തോന്നിയത്. എനിക്കറിയില്ല ചേച്ചി, ഇവിടെ ലതികയും വല്യച്ചിയും ഒക്കെ പല അഭിപ്രായം പറയുന്നത്. മോളെ തിരികെ അവളുടെ വീട്ടിലേക്ക് അയക്കുമെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ആ കുട്ടിയുടെ അവസ്ഥ പോലും അവരാരും ഒന്നും കണക്കാക്കുന്നില്ല. ദക്ഷ എന്തു പറഞ്ഞു? എല്ലാം കേട്ടിട്ടും അവളൊരു പുഞ്ചിരിയോടെ അങ്ങനെ നിന്നു. കുട്ടിയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷേ അവൾ കേൾക്കില്ല. അവൾക്ക് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടത്രേ. ഞാൻ അവളോട് പറഞ്ഞു, പണം എത്ര വേണമെങ്കിലും അമ്മ തരാമെന്ന്. ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കാൻ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ അവൾ കേൾക്കുന്നില്ല. അങ്ങനെ വന്നാൽ അവൾ അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. മോള് ജോലിക്ക് പോകുന്നതിനോട് രുദ്രന് യോജിപ്പുണ്ടോ? അമ്മ പറയുന്നത് അനുസരിക്കാനാണ് അവനും ദക്ഷയോട് പറഞ്ഞത്. പക്ഷേ ആ കുട്ടി അതുമാത്രം കേൾക്കുന്നില്ല. ഞാനിന്ന് സംസാരിക്കാം, നീ വിഷമിക്കാതെ. നീ നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഇനി വല്ല തളർച്ചയോ ക്ഷീണമോ ഒക്കെ വന്നാൽ എന്തു ചെയ്യും? എനിക്കിപ്പോൾ എൻ്റെ ആരോഗ്യം ഒന്നുമല്ല വലുത്, എൻ്റെ ദക്ഷമോളുടെ ആയുസ്സാണ്. അവൾക്ക് ദൈവം ദോഷങ്ങളൊക്കെ മാറ്റി സമാധാനവും സന്തോഷം നൽകണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഒക്കെ ശരിയാവും ലക്ഷ്മി, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ. നീയും പ്രാർത്ഥിക്കുന്നില്ലേ? ദൈവം കേൾക്കും. കേൾക്കാതെ എവിടെ പോകാനാ? പത്മിനി കുറച്ച് സമയം കൂടി അനുജത്തിയോട് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്ത് ദക്ഷ മുകളിലെ മുറിയിലേക്ക് കയറി ചെന്നു. രുദ്രൻ വെറുതെ ഒരു കസേരയിലിരിക്കുകയാണ്, ജനാലയുടെ അരികത്തായി പുറത്തേക്ക് നോക്കിക്കൊണ്ട്. ചെറിയ കാറ്റ് വീശുന്നുണ്ട്. ആ കാറ്റിൽ കർട്ടനുകളൊക്കെ ചെറുതായി ഇളങ്ങുന്നതെന്ന് നോക്കി ദക്ഷ മുറിയിലേക്ക് കയറി വന്നു. കാൽപ്പെരുമാറ്റം കേട്ടതും അവനൊന്ന് തിരിഞ്ഞു നോക്കി. ദക്ഷയാണെന്ന് കണ്ടതും അവൻ അവളെ അട്ടിമുട്ടിയൊന്ന് നോക്കി. അമ്മ പറഞ്ഞത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നീ ഇനി ജോലിക്ക് പോകേണ്ട. അവൻ്റെ ശബ്ദം ഗൗരവത്തിൽ ആ മുറിയിൽ മുഴങ്ങി. എൻ്റെ മറുപടി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ രുദ്രേട്ടാ? നിൻ്റെ മറുപടി നീ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ തീരുമാനവും ഞാൻ പറഞ്ഞു. അനുസരിക്കേണ്ടത് ഏതാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. രുദ്രേട്ടനെ അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ തൻ്റെടി ആയതുകൊണ്ടല്ല. അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നാളെ ഒരിക്കൽ എൻ്റെ അമ്മ ഒറ്റയ്ക്കാവും. ആരുടെയും കാല് പിടിച്ച് ജീവിക്കേണ്ട ഗതികേട് ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് ഈ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. രുദ്രൻ ആ മുഖത്തേക്ക് നോക്കി. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാനും എൻ്റെ അമ്മയും ഇതുവരെ ജീവിച്ചു വന്നത്. എനിക്ക് ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്തിരി സമാധാനം വന്നത്. പക്ഷേ അതൊക്കെ കെട്ടടങ്ങി പോകാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നുവെന്ന് തിരിച്ചറിയാനായി ഞങ്ങൾ വൈകിപ്പോയി. ഞങ്ങളുടെ രണ്ടാളുടെയും ജീവിതത്തിലേക്കുള്ള എന്തെങ്കിലും കരുതലെന്ന നിലയ്ക്കാണ് ഞാൻ KSF ചിട്ടി കൂടിയത്. പക്ഷേ എൻ്റെ അച്ഛൻ കാണിച്ച തെമ്മാടിത്തരത്തിന് ഞാനിപ്പോൾ ബലിയാടായി. അതിലൊന്നും എനിക്ക് സങ്കടമില്ല കേട്ടോ. ആ പണം തിരികെ രുദ്രേട്ടനെ ഏൽപ്പിച്ച ശേഷമേ എൻ്റെ ശ്വാസം ഈശ്വരൻ തിരിച്ചെടുക്കാവൂ എന്നൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. 90% കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി. ഇനി ഓണത്തിന് ശേഷം ആ പണം കിട്ടുമെന്നാണ് ബാങ്കിൽ നിന്ന് അറിയിച്ചത്. സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കാശ് മേടിച്ചിട്ട് പിന്നെ വീട്ടിലിരുന്നാൽ പറ്റുമോ? അതുകൊണ്ട് എനിക്കെൻ്റെ ജോലി വലുതാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും എന്തെങ്കിലും സേവിങ്സ് കരുതിയ ശേഷം എനിക്ക് പിന്നെ കുഴപ്പമില്ല. എന്നെ മനസ്സിലാക്കണമെന്നൊന്നും ഞാൻ രുദ്രേട്ടനോട് പറയുന്നില്ല. പക്ഷേ എൻ്റെ അവസ്ഥ ഇതാണ്. അത് കേട്ടല്ലോ. പതറാതെ, ഒരിടത്ത് പോലും വാക്കുകൾ ഇടറാതെ അവൾ അവനെ നോക്കി പറയുകയാണ്, നിൻ്റെ അച്ഛൻ വാങ്ങിയ പണം അയാൾ തിരികെ തന്നോളൂ. ആ ബാധ്യത നീ സ്വയം ഏൽക്കണ്ട. അല്പം കഴിഞ്ഞതും അവൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെയല്ലല്ലോ രുദ്രേട്ടൻ ഇതിനു മുന്നേ എന്നോട് പറഞ്ഞത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിവാഹം കഴിഞ്ഞ് അന്നെന്നെ അടിച്ചത് ഓർമ്മയുണ്ടോ? മറന്നു പോകാനധികം ദിവസങ്ങളൊന്നും കഴിഞ്ഞില്ലല്ലോ. ആ പണം തിരികെ നൽകിയ ശേഷം ഇവിടുന്ന് പൊയ്ക്കോളാനല്ലേ എന്നോട് പറഞ്ഞത്? അതുവരെ ഒരു വേലക്കാരിയെപ്പോലെ ഈ വീട്ടിൽ തുടർന്നോളാൻ. നിങ്ങളുടെ വീട്ടിലെ
ഓരോ ബന്ധുമിത്രാദികളും എന്നെ അവജ്ഞയോടെ നോക്കിയത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയ ശേഷം ആ പണം മുഴുവൻ എനിക്ക് തിരിച്ചേൽപ്പിക്കണം. എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. ശരിക്കും ഒരു വേലക്കാരി തന്നെയാണ് ഞാനിവിടെ. ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും അപമാനമായിട്ട് ഇങ്ങനെ നിൽക്കാതെ ഇറങ്ങിപ്പൊയ്ക്കൂടെ എന്ന് എൻ്റെ മനസാക്ഷി എത്ര തവണ എന്നോട് ചോദിച്ചോന്നോ. സ്വന്തമായി ജോലിയുണ്ട്, അത് വെച്ച് ജീവിച്ചു പോകാം. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അതിൻ്റെ മറുപടി ഈ നിൽക്കുന്ന രുദ്രനാരായണനെ നൽകിയ ശേഷമേ ദക്ഷ ഈ ലോകം വിട്ടു പോവുള്ളൂ. രുദ്രനെ നോക്കി അവൾ ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അല്പം കഴിഞ്ഞതും ദക്ഷ കുളിക്കുവാനായി വാഷ്റൂമിലേക്ക് പോകുന്നത് രുദ്രൻ കണ്ടു. അവൻ വെറുതെ കിടക്കയിലിരുന്നു. ദക്ഷ പറഞ്ഞ വാചകങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഓടിയെത്തി. അപ്പോൾ അവൾക്ക് ജോലിക്ക് പോകണമെന്നാണ് തീരുമാനം. അതിൽ നിന്നും ദക്ഷ പിന്മാറില്ലെന്ന് രുദ്രൻ ഉറപ്പായി. അവളുടെ കണക്കുകൂട്ടലുകൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ദക്ഷയെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ഇനി അവൾക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അവളുടെ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും കരുതണമെന്നുള്ളത്. ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് പത്മിനി വല്യമ്മ വിളിക്കുന്നത്. ആ വല്യമ്മേ, മോനെ നീ തിരക്കാണോ? അല്ല വല്യമ്മേ, തിരക്കില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോന്നു മോനെ. കാർത്തി എവിടെ? അവൻ ജോലിക്ക് പോയി. മീനും പോയി കാണുമല്ലേ? രണ്ടാളും പോയി മോനെ. ദക്ഷമോൾ എവിടെ? അവൾ ഇപ്പോൾ കുളിക്കാനായി കയറി. ലക്ഷ്മി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മോനെ. ആ മോനെ, എന്തൊക്കെ വലിയ ദോഷങ്ങളാണേലും മുകളിലിരിക്കുന്ന ഈശ്വരൻ വിചാരിച്ച പോലെ എല്ലാം നടക്കുള്ളൂ. ദേവി ഇത് ഭട്ടതിരി പറഞ്ഞ പരിഹാരം മുടങ്ങാതെ ചെയ്യണം. ഉറപ്പായിട്ടും ദക്ഷമോൾക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. പത്മിനി വിളിച്ചത് ഈ കാര്യം പറയുവാനാണെന്ന് രുദ്രന് മനസ്സിലായി. വല്യമ്മേ, നാളെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഓഫീസിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം. വല്യമ്മയ്ക്ക് അറിയാലോ, കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റൽ കേസായിരുന്നു. അതുകൊണ്ട് എല്ലാം താളം തെറ്റി കിടക്കുവാണ്. പിന്നെ ഈ മാസം മുഴുവൻ ഞാൻ തിരക്കായിരിക്കും. ഭട്ടതിരി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ യാതൊരു നിർവാഹവുമില്ല. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യുമോനെ? നോക്കാം. ഇതിൻ്റെ പേരിൽ അമ്മ കുറേ നേരം എന്നോട് കലഹിച്ചതാണ്. രുദ്രൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് പത്മിനിക്ക് മനസ്സിലായി. മോനെ, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. എന്തെങ്കിലും വഴിപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് വല്യമ്മ ഇപ്പോൾ വിളിച്ചേ. അല്ലാണ്ട് ലക്ഷ്മിയുമായി വക്കാലത്ത് നടത്തി നിന്നോട് സംസാരിക്കാനൊന്നുമല്ല. സ്വന്തമായിട്ട് നീ ആലോചിച്ച് തീരുമാനം എടുക്കുക. വല്യമ്മ, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. വാഷ്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. ദക്ഷ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. മുടി മുഴുവനായും അഴിച്ച് ഒരു വശത്തേക്കിട്ട് തോർത്തിക്കൊണ്ടാണ് അവളുടെ വരവ്. നേരെ കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്നു. മുടിയൊക്കെ വീണ്ടും തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചു. നെറുകയിൽ അല്പം സിന്ദൂരം ചാർത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ രുദ്രൻ അവളെ ഉറ്റുനോക്കിയിരിക്കുന്നത് കണ്ടു. തുടരും.